127 ക്രിമിനൽ കേസിലാണ് വെള്ളാപ്പള്ളി പ്രതിയായിട്ടുള്ളത്. ആ 120 ക്രിമിനൽ കേസിൽ ഇന്ന് വരെ ഒരു രീതിയിലുള്ള പ്രോപ്പറായിട്ടൊരു അന്വേഷണം നടത്തി കോടതിയുടെ മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അത് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ചെയ്യണം. കാരണം രമേശ് ചെന്നിത്തലയുടെ വീടിന്റെ ഫ്രണ്ടിൽ വെള്ളാപ്പള്ളിയുടെ ബന്ധുക്കൾ താമസിക്കുന്നു എന്നുള്ളൊരു ഭയത്തിന്റെ പേരിലാണ് ആഭ്യന്തരമന്ത്രി അങ്ങനെ ചെയ്യാത്തതെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ഭയം ആഭ്യന്തരമന്ത്രിക്ക് വേണ്ട. കാരണം കേരള സമൂഹം മൊത്തം രമേശ് ചെന്നിത്തല ധാർമ്മികമായി ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. അദ്ദേഹം തൂഫാനിൽ കാണിക്കുന്ന ആ ഒരു സ്പിരിറ്റിന്റെ 100% കാണിച്ചാൽ തന്നെ ഈ സമുദായം രക്ഷപ്പെടും. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായ ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ഒരു സമുദായ സംഘടനയാണ് ഈഴവര്. അതുപോലെ തന്നെ മകേഷിന്റെ മരണത്തിൽ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കുള്ള ഒരു റോളുണ്ട്. അത് പൊതുവെ മീഡിയ ആരും അറിയാത്ത കാര്യമാണ്. തുഷാർ ചെയർമാനും മകേഷൻ അതിൽ കൺവീനറുമായിരുന്നു. പക്ഷേ തുഷാറിന്റെ പേര് അതിലൊന്നും വന്നിട്ടില്ല. ഇവർ രണ്ടുപേരും കൂടെ ജോയിന്റ് വെഞ്ചറായിട്ട് ഒപ്പിട്ടാൽ മാത്രമേ, ജോയിന്റ് അക്കൗണ്ടാണ്, ഒരുമിച്ച് ഒപ്പിട്ടാൽ മാത്രമേ ഈ പൈസ പോവുള്ളൂ. എന്നാൽ ഈ പൈസയുടെ കാര്യത്തിൽ തുഷാറിനെ മാറ്റി നിർത്തിയിരിക്കുന്നു. അത് പോലീസ് ഇടപെട്ട് കൃത്യമായിട്ട് തന്നെ അതിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. SP-ക്ക് ഞാൻ പരാതി കൊടുത്തു. ബാക്കി കാര്യങ്ങളൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല. അതും ആഭ്യന്തര വകുപ്പിന്റെ ഒരു ബ്ലോക്കിംഗ് അവിടെ നടക്കുകയാണ്. പിന്നുള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും KL അശോകനും കൂടെ ചേർന്നിട്ടാണ് ഈ മകേഷിന്റെ മരണത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അതിന്റെ കാരണക്കാർ ഇവരാണ്. അവർക്കെതിരെ ഒരു വിധത്തിലുള്ള അന്വേഷണങ്ങളോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല. അവർ പലരെയും സ്വാധീനിച്ചു കൊണ്ടുപോവാണ്. ഇത് നോൺ ബെയിലബിൾ ആണ്. എന്തുകൊണ്ട് പുതിയ സർക്കാർ വെള്ളാപ്പള്ളിക്ക് എതിരെ നിലകൊണ്ട് ഈ VD സതീശന്റെ സർക്കാർ ഇത്രയും ദിവസമായിട്ടും എന്തെങ്കിലും ഒരു ആക്ഷൻ ഇതിനു വേണ്ടിയിട്ട് എടുക്കുകയോ പോലീസിനെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയോ ചെയ്തോ? ഇല്ല. ഇവർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത്, ഈ വെള്ളാപ്പള്ളിക്ക്. അപ്പൊ ഇവിടെ ഇത്രയും വലിയ ക്രിമിനൽസിനെ താലോലിക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണോ ജനങ്ങൾ ഇവർക്കൊക്കെ വോട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. ഇവിടെ ഈ 5 കാര്യങ്ങൾക്കും സർക്കാർ പ്രോപ്പറായിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ശ്രീനാരായണീയരുടെ വിശ്വാസികളും ഗുരു തത്വം വിശ്വസിക്കുന്ന എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഒരുമിച്ച് പ്രതിഷേധം നടത്തും, തെരുവിലിറങ്ങും. അവർക്ക് ധാർമ്മികമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിരിക്കും. കാരണം ഇവർക്ക് ഈ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും ഈ ചെരുപ്പ് നക്കൽ ശീലം വളരെ കൂടുതലാണ്. ഈ ഒന്നുകിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് ഷൂ പോളിഷിൽ കുറച്ച് വിഷം തേച്ചിട്ട് നടക്കുക. കാരണം അമ്മാതിരി നക്കുന്നത് അതോടെങ്കിലും ഇവന്മാർ ചത്തുപോകും. ഇത് അങ്ങനെ അല്ലെങ്കിൽ ഇവര് നിയമ നടപടികൾ പാലിക്കണം. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം, ഈ രാജേഷിന്റെ കേസ്. രാജേഷ് ഇപ്പൊ അമേരിക്കയിൽ പോയത് വളരെ ദുരൂഹമായ ഒരു യാത്രയാണ്. അയാൾ 3 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു രഹസ്യ കമ്പനി നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എന്തുകൊണ്ടാണ് ഇവിടുത്തെ കേരള സർക്കാർ അന്വേഷിക്കാത്തത്? പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഇവർ കൂട്ടിക്കൊണ്ടുപോയോ? വികസനമാണ് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനാണ് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു യാത്രയാണോ ചെയ്യുക? അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന്റെ ചികിത്സയാണെങ്കിൽ ശരിയാണ്, നമ്മുടെ മുഖ്യമന്ത്രി പോയ പോലെ പോയിട്ട് വരാം. ഇത് എന്തുകൊണ്ടാണ് ഈ ചികിത്സ അല്ല, ഇവിടെ മറ്റുള്ള കാര്യങ്ങൾ വികസനത്തിന്റെ കാര്യങ്ങളല്ല? അപ്പൊ എന്തിനാണ് അദ്ദേഹം പോയത്? അതുപോലെ തന്നെ BJPയുടെ കാര്യത്തിൽ ഞാൻ കൂടുതൽ പറഞ്ഞു മടുത്തു. ആസനത്തിൽ ആല് മുളച്ചാൽ അത് തന്നെ ഒരു ആനന്ദമായിട്ട് കൊണ്ടുനടക്കുന്നവരാണ് ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരനും ആ ഗ്രൂപ്പെല്ലാം. ഇവിടുത്തെ പ്രതിപക്ഷം എന്താ, പ്രസവ വാർഡിൽ പ്രസവിച്ചു കിടക്കുകയാണോ? എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ വിഭാഗം ഇത്രയും വലിയ അഴിമതിയും കൊടിയടക്കം വിറ്റിട്ട് ഇതെല്ലാം ചെയ്തിട്ട് എന്തുകൊണ്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല? പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിന് ഇവരുമായിട്ട് എന്തെങ്കിലും ഡീലുണ്ടോ? ഇപ്പോഴാണ് ജനം ചോദിക്കുന്നതാണ്. ഇപ്പോഴാണ് ജനം കണ്ണു തുറന്നു തുടങ്ങിയത്. എന്തുകൊണ്ട്, വൈ ദേ ആർ നോട്ട് റിറ്റാലിയേറ്റിംഗ് അഗൈൻസ്റ്റ് ദിസ്? BJPക്കെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ ED അന്വേഷണം, NIA അന്വേഷണം, മറ്റുള്ള പലതരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ വെച്ച് വിരട്ടുന്നതിൽ ഇവർ ഭയക്കുന്നുണ്ടോ? ജനങ്ങളുടെ സ്വത്തുക്കൾ അത്രയും അടിച്ചുകൊണ്ട് പോവുകയാണ്. ജനങ്ങൾ കൊടുക്കുന്ന സംഭാവനകൾ അടിച്ചുകൊണ്ട് പോവുകയാണ്. ജനങ്ങളെ വിരട്ടി പൈസ മേടിക്കുകയാണ്. നരേന്ദ്രമോദി അഴിമതിക്ക് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. BJP അഴിമതിക്ക് എഗൻസ്റ്റ് ആയിട്ട് നിലകൊണ്ടുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ ഇവിടുത്തെ BJPക്കാർ അങ്ങനെയാണോ ചെയ്യുന്നത്? ഇവരുടെ തെറ്റുകൾ ആർക്കും ചോദിക്കാൻ പാടില്ല. തെറ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ
ഇപ്പം ഞാനൊരു പഴയ സ്വയം സേവകനാണ്. എന്നെ പോലും ഇവിടെ പറയുന്നത് എന്താണ്, ഞാൻ ഇവിടുത്തെ ജിഹാദികൾക്ക് വേണ്ടി, CPM-ന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ തന്നെ. ഞാൻ നിങ്ങളുടെയും ജനങ്ങളുടെയും ആ ഭാഗത്ത് നിന്ന് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇവർ കാണിക്കുന്ന നെറികേടുകൾക്കെതിരെ പ്രതിപക്ഷം നിന്ന് ഒരു വാക്ക് പറയുന്നില്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ ഇവരുടെ ഡീൽ എന്താണ്? ഇനി പുതിയൊരു സംഘടനയാണോ ഇവിടെ ഉദിച്ചുയരേണ്ടത്? ഇത്രയും കൾപ്രിറ്റ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കേരളത്തിലുള്ള പോലെ വേറെ ഒന്നുമില്ല. വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഒരാളുടെ GST തട്ടിയെടുത്ത് അയാൾ എന്നെ വന്ന് കണ്ടിരുന്നു. അയാൾ ഇന്ന് ആക്ച്വലി നമ്മുടെ കൂടെ ഇവിടെ വരാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് എറണാകുളത്ത് ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റൽ കേസായിട്ട് പോയി. ഇതിനെതിരെ എന്ത് അന്വേഷണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്? സർക്കാരിന് എന്തുകൊണ്ട് ഒരു അന്വേഷണം BJP-ക്കെതിരെ ഉന്നയിക്കാൻ പറ്റുന്നില്ല? പൂക്കി കുറെ കാര്യം പറഞ്ഞല്ലോ, എന്നിട്ട് പൂക്കി ഇപ്പൊ എവിടെ നടക്കുക? ഇവിടെ പ്രളയ സമയത്ത് പ്രളയത്തിന്റെ സ്ഥലത്ത് പൂക്കി പോയി ഹെലികോപ്റ്ററിൽ പോയി കണ്ടോ? ഇല്ല. അമ്മായിയപ്പനെ മാത്രം കാണാൻ പൂക്കിക്ക് സമയമുള്ള ഹെലികോപ്റ്ററിൽ. അപ്പം പറച്ചിലൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്, അല്ലേ? ജനസേവനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാനവസേവ, മാധവസേവ എന്ന് പറയുന്നതല്ലേ. ജനമാണ് ഈശ്വരൻ. ഈശ്വരൻ കുടികൊള്ളുന്നതും മനുഷ്യന്റെ സൂക്ഷ്മ ശരീരത്തിലാണ്. അവരെ ചതിക്കും തോറും അഭിവൃദ്ധിയല്ല ഉണ്ടാവുന്നത്. നമ്മളൊരു പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങാൻ പോവുകയാണ് വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ. വൈകാതെ അതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്കെല്ലാം അറിയിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. വെള്ളാപ്പള്ളിയെ പോലെ ഇത്രയും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാൾ കേരള സമൂഹത്തിൽ ഇങ്ങനെ നെളിഞ്ഞു നിൽക്കുമ്പോൾ അത് ധർമ്മബോധമുള്ള, മനസാക്ഷിയുള്ള, ആത്മീയത ഉൾക്കൊള്ളുന്ന ആൾക്കാർക്കൊക്കെ അതൊരു അപമാനമാണ്. എന്തെങ്കിലും എനിത്തിങ് ടു ആസ്ക്? ഈ ആഴ്ച തൊട്ട് തുടങ്ങും. അതിന്റെ ആലോചന യോഗമെല്ലാം കഴിഞ്ഞു. ഈ ആഴ്ച തൊട്ട് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, മധ്യ തിരുവിതാംകൂർ, മലബാർ, ഈ 3 സോൺ വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, വെള്ളാപ്പള്ളി പിടിച്ചെടുത്തിരിക്കുന്ന അവരുടെ ഫണ്ട് സ്രോതസ്സുകളെല്ലാം ED അന്വേഷിക്കണം. കാരണം ഈ അശോകന്റെയും ഒരു സന്തോഷിന്റെയും പേരിൽ കോടാനുകോടി രൂപയാണ് അവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനെതിരെ ഒരു അന്വേഷണം ഇന്നുവരെ വന്നിട്ടില്ല. കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ 1 കോടി രൂപയിൽ കുറയാതെ വേണം പൈസ കൊടുക്കണം എന്നാണ് അയാളുടെ കർശനമായ നിർദ്ദേശം. നമ്മുടെ പല PhD കഴിഞ്ഞ പിള്ളേർക്ക് പോലും SN ട്രസ്റ്റിന്റെ SN സ്ഥാപനങ്ങളിലൊന്നും ജോലി കിട്ടുന്നില്ല. അപ്പം നമ്മുടെ യുവാക്കളുടെ ഭാവി, അവർക്ക് എവിടെ പോവും, അവരെന്ത് ചെയ്യും, അവരെങ്ങനെ സർവൈവ് ചെയ്യും, ഇതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. എല്ലാം മകന് വേണം, അവർക്ക് വേണം. അപ്പൊ അവരുടെ കുടുംബ സ്വത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല ഗുരുദേവൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. ഇത് ജനങ്ങളുടെ സ്വത്താണ്. ജനങ്ങളെ, എല്ലാ മതക്കാർക്കും ഉള്ളതാണ്. ഈ ശ്രീനാരായണ ഗുരു അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ ജാതി ചോദിക്കരുത്, പറയരുതെന്ന് പറഞ്ഞ ഇയാൾ തന്നെയാണ് ഈ ജാതി വർഗീയതയും കൊണ്ടു നടക്കുന്നത്.